പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ആദ്യ സർവീസ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ദൃശ്യമാണത്. ഒരേ സമയം 3 സർവീസുകളാണ് പുറപ്പെട്ടത്. അതിൽ ഒന്നിലാണ് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രി CP ജോണും ഒക്കെ ഉള്ളത്. ആ ബസ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. ഇതാ സ്റ്റാച്യുവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബസ് എത്തിയിരിക്കുന്നു. തമ്പാനൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ബസ് എത്തുകയാണ്. ആദ്യ സർവീസാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു യാത്ര. വനിതാ ഡ്രൈവറും വനിതാ കണ്ടക്ടറും അടക്കം ബസ്സിൽ ഉണ്ട് എന്നതാണ് ഈ ആദ്യ യാത്രയുടെ പ്രത്യേകത. ഏറെ പ്രതിഷേധങ്ങൾക്കും എതിർസ്വരങ്ങൾക്കുമൊക്കെ ഇടയിലാണ് ഈ മന്ത്രിസഭ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. 100 കോടിയിലേറെ രൂപയുടെ ബാധ്യതയാണ് ഇതിലൂടെ KSRTCക്ക് വരിക എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിക്ക് തുടക്കമായത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം അത് പാലിക്കാൻ വേണ്ടി ഒരു വകുപ്പിനെ ആകെ നഷ്ടത്തിലാക്കുന്നു എന്നതടക്കമുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. ഒപ്പം ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രം ലഭ്യമാകുന്ന ഒന്നാണ് തുടങ്ങി പല ആക്ഷേപങ്ങളും എതിർപ്പുകളും ഉയർന്നു. അതിനിടയിൽ ഇന്ന് ആദ്യ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ബസ് കടന്നു വന്നിരിക്കുന്നു. പെരുമാതുറയിലേക്ക് പോകുന്ന ആ ബസ്, ആ സർവീസ് പ്രിയദർശിനി സൗജന്യ വനിതാ യാത്രയുടെ ആ പദ്ധതിയുടെ ഭാഗമായ ആദ്യ സർവീസ് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് എത്തി. മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കം മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ഒപ്പമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിയത്. ഇന്ന് CPM ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ്. മറ്റ് വനിതാ MLA-മാരൊക്കെ ബസ്സിൽ ഉണ്ട്. വനിതാ മന്ത്രിമാർ, MLA-മാരെല്ലാം ബസ്സിലുണ്ട്. മറ്റ് യാത്രക്കാരുണ്ട്. പെരുമാതുറയിലേക്ക് പോകുന്ന ആ സർവീസാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഹർഷാരവങ്ങളോടെയാണ് ഈ സർവീസ് ആദ്യം അവിടെ നിന്നും തമ്പാനൂരിൽ നിന്നും തുടങ്ങിയത്. ബസ് ഓടിക്കുന്നതും വനിതയാണ്, കണ്ടക്ടർ വനിതയാണ്. ആ പ്രത്യേകതയുമുണ്ട് ഇന്നേ ദിവസം. ചരിത്രം കുറിച്ചുകൊണ്ട് പ്രിയദർശിനി സൗജന്യ യാത്ര നടത്തുന്ന ബസ് ആദ്യ സർവീസ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. ഇതൊരു ചരിത്ര നിമിഷമാണ്. ചരിത്രത്തിലെ എല്ലാ കാലവും എഴുതി ചേർക്കുന്നൊരു നിമിഷം തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതൊരു പദ്ധതിക്കും എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷേ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ നമുക്കതിനെ എതിർക്കാൻ കഴിയില്ല, നമുക്കതിനെ വില കുറച്ച് കാണാൻ കഴിയില്ല എന്നതാണ്. അത് എത്രത്തോളം സ്ത്രീകൾക്ക് ലഭ്യമാകുന്നു എന്നത് സംബന്ധിച്ച് തുടർന്നും പഠനം നടത്തി മറ്റ് ബസ്സുകളിലേക്ക് കൂടി സൗജന്യ യാത്ര തരപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ കരുതുകയാണ്. മലബാറിലടക്കം KSRTC ബസ്സുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഈ സൗജന്യ യാത്രയുടെ ഫലം വനിതകൾക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ പോലും ഈ സ്ത്രീകൾക്ക് അല്പമെങ്കിലും സൗജന്യ യാത്രയുടെ ഫലം ലഭ്യമാകുന്നു എന്നത് സന്തോഷകരം തന്നെയാണ്. അങ്ങനെ ഓർഡിനറി, എക്സ്ട്രാ ഓർഡിനറി ആയ ദിവസമാണ്. ചരിത്രത്തെ ഏറെ പ്രാധാന്യമുള്ള ദിവസം. UDF മന്ത്രിസഭ അധികാരമേറ്റ ശേഷം നടപ്പാക്കുന്ന ജനപ്രിയ പദ്ധതികളിൽ ഒന്നുകൂടിയാണ് പ്രിയദർശിനി സൗജന്യ വനിതാ യാത്ര.
സെക്രട്ടേറിയറ്റിൽ വൻ ജനാവലി തന്നെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ അടക്കം ഒരുപാട് പേരുടെ സാന്നിധ്യമുണ്ട്. അവിടെ മാധ്യമപ്രവർത്തകർക്കായി പ്രത്യേകം ഒരു ബസ്സും തയ്യാറാക്കിയിരുന്നു. മാധ്യമപ്രവർത്തകർ അതിലാണ് ഉണ്ടായിരുന്നത്. ലഡുവൊക്കെയായി കാത്തു നിൽക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ. ജീവനക്കാർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും അടക്കമുള്ള മന്ത്രിമാർ, MLA-മാർ, അങ്ങനെ നിരവധി പേർ ആദ്യ യാത്രയിൽ പങ്കാളികളായി. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ആ ബസ് വന്നു നിന്ന ചരിത്ര നിമിഷം കൂടിയാണ് ഇത്. പ്രിയദർശിനി വനിതാ സൗജന്യ യാത്ര അങ്ങനെ നടപ്പിലായിരിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമുള്ള ആദ്യ യാത്ര ആ ബസ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. ബസ്സിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. 15-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 15-ന് തന്നെ ആ യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഇനി മുതൽ എവിടെ നിന്നാണോ കയറുന്നത് ആ ബസ്സിൽ ടിക്കറ്റ് എടുക്കണം. പക്ഷേ ടിക്കറ്റിന് കാശ് നൽകേണ്ടതില്ല, പണം നൽകേണ്ടതില്ല. ആ ടിക്കറ്റിൽ 0 എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്. രേഖകളോടെയുള്ള യാത്രയാണ് സൗജന്യ യാത്ര. എന്നാൽ ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്നല്ല, ടിക്കറ്റ് എടുക്കണം, പക്ഷേ ആ ടിക്കറ്റിന് പണം നൽകേണ്ടതില്ല എന്നാണ്. UDF മന്ത്രിസഭയുടെ ആദ്യ ജനപ്രിയ പദ്ധതിയുടെ തുടക്കമാണ്.